എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ് ഹോസ്പിറ്റലിലെ ടെലികോളിംഗ് ടീമിന്റെ പ്രോട്ടോകോൾസ് ആണ്. ഒന്നാമതായിട്ട് ഇങ്ങനെ ഒരു ടെലികോളിംഗ് ടീമിന്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മളുടെ ടീമിനെ പ്രൊഫഷണലും എത്തിക്കലും കൺസിസ്റ്റന്റ് ആയിക്കൊണ്ടും റിസൾട്ട് ഓറിയന്റഡ് ആയിക്കൊണ്ട് ഒരു ടീമിനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ ടീം അങ്ങനെ ആയിരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ബെനിഫിറ്റ്സ് നമ്മുടെ OP/IP കൺവേർഷൻ കൂടും, ഇൻക്രീസ് ചെയ്യും. അതേപോലെ തന്നെ പേഷ്യന്റ് റിട്ടൻഷൻ, അതേപോലെ തന്നെ സാറ്റിസ്ഫാക്ഷൻ, പേഷ്യന്റിന്റെ ഇവിടെ തന്നെ നിൽക്കാനുള്ള അവരുടെ മെന്റാലിറ്റിയും, അതേപോലെ തന്നെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനും കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യുക. പിന്നെ ബാക്കിയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുക. മെയിൻറ്റെയിൻ ഹോസ്പിറ്റൽ റെപ്യൂട്ടേഷൻ ആൻഡ് കമ്പൈലൻസ്, ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷനെ മെയിൻറ്റെയിൻ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടെലികോളിംഗ് ടീമിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് സ്കോപ്പ് വരുന്നത് വെച്ചാൽ അപ്ലിക്കബിൾ ടു ടെലികോളിംഗ് ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു OP അപ്പോയിന്റ്മെന്റ്സ്. ഒന്ന്, അപ്പോയിന്റ്മെന്റ് എടുക്കാൻ ഇങ്ങോട്ട് വരുന്ന കോളുകൾ രണ്ടും വരും. ചിലപ്പോൾ ചില കേസ് നമുക്ക് വാട്സാപ്പ് ത്രൂ നമുക്ക് വന്ന മെസ്സേജിനെ തിരിച്ചു വിളിച്ച് നമ്മൾ എന്ത് ചെയ്യും, അവരെ അപ്പോയിന്റ്മെന്റ് നമ്മൾ ഫിക്സ് ചെയ്യും ഡോക്ടേഴ്സിനുള്ള. അതായത് ഒന്ന് OP അപ്പോയിന്റ്മെന്റ്സ് കൺഫേം ചെയ്യുക, അതേപോലെ തന്നെ റിമൈൻഡർ ചെയ്യിക്കുക. ഇപ്പൊ ചില ഡോക്ടേഴ്സ് എല്ലാം നമുക്ക് വീക്ക്ലി വൺസ് ആയിരിക്കും ഉണ്ടാവുക. ഒരാഴ്ച മുമ്പോ അല്ലെങ്കിൽ 5 ദിവസം മുമ്പോ ബുക്ക് ചെയ്തിട്ടുണ്ടാവും. തൊട്ടടുത്ത ദിവസം ഡോക്ടർ കൺഫേം ചെയ്യുക, ഡോക്ടറുടെ ഡേറ്റ് കൺഫേം ചെയ്യുക, ടൈം കൺഫേം ചെയ്തിട്ട് ആ പേഷ്യന്റിനെ വിളിച്ച് അവരെ റിമൈൻഡർ ചെയ്യിക്കൽ കൂടി ഇതിന്റെ സ്കോപ്പിൽ പെടുന്നതാണ്. പിന്നെ പോസ്റ്റ് കൺസൾട്ടേഷൻ ഫോളോ അപ്പ്. ഇപ്പോൾ ഒരു കൺസൾട്ടേഷൻ കഴിഞ്ഞു, അവർ പോയി, ആഫ്റ്റർ 3 days അവരെ ഫോളോ അപ്പ് കോൾസ് ചെയ്യാം. എന്താണ് അവരുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഫോളോ അപ്പ് കോൾസ് ചെയ്യാം. പിന്നെ മിസ്ഡ് OP, ഏതെങ്കിലും OP അവര് നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുത്തു, ബുക്ക് ചെയ്തു, അവര് അന്ന് വന്നിട്ടില്ല, കാണിക്കാൻ വേണ്ടി വന്നില്ല, അങ്ങനെയുള്ള പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവരെ ഫോളോ അപ്പ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഇനാക്റ്റീവ് പേഷ്യന്റ്, ഇപ്പൊ തീരെ നമുക്ക് വരാതിരിക്കുന്ന പേഷ്യൻസ് ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ ട്രീറ്റ്മെന്റ് പേഷ്യൻസ് ആയിരിക്കും, 1, 2, 3 തവണ വന്നു, പിന്നെ അവര് നമുക്ക് അവർ പറഞ്ഞ ഡേറ്റിനും അവർ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് റീകോണ്ടാക്ട് ചെയ്യാം. കൂടാതെ നമ്മുടെ ഹെൽത്ത് പാക്കേജുകളുടെ പ്രൊമോഷൻ, പിന്നെ സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റ് ക്യാമ്പുകളൊക്കെ ഉണ്ടാവും. ആ ക്യാമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ കൃത്യം ഓരോ ഇൻഡിവിജ്വൽസിനും അതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ കൊടുക്കുക. പിന്നെ ഫീഡ്ബാക്കും ഫോളോ അപ്പ്. ഇത്രയും സ്കോപ്പാണ് നമുക്ക് ഒരു കോളർ ടീമിന് ചെയ്യാനുള്ളത്. അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരിക? ടെലികോളിംഗിൽ നമുക്ക് എക്സിക്യൂട്ടീവ്സ് ഉണ്ടാവും, അതായത് ഈ കൃത്യമായ കോളുകൾ വിളിക്കാനുള്ള ആള്, അതിന്റെ ഒരു സൂപ്പർവൈസർ ഉണ്ടാവും. പിന്നെ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ OP കോർഡിനേറ്റർ എന്ത് ചെയ്യും, ഈ ഡെയിലി അവരെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ അവരെ ഓവർസൈറ്റ് ചെയ്യും. ഇത്രയും ടീം അംഗങ്ങളാണ് ഈ ഒരു ടെലികോളിംഗ് ടീമിന്റെ സ്ട്രക്ചർ ആയിട്ടുള്ളത്. ഇത് ഇനി ഈ പോയിന്റ് നോക്കേണ്ടത്, ഇത് നിങ്ങൾ അങ്ങോട്ട് വിളിക്കുന്ന കോള്. ഇപ്പൊ കോളിംഗ് ഹവേഴ്സിൽ ഇപ്പൊ ഒരു പേഷ്യന്റ് അങ്ങോട്ട് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇമ്പോർട്ടന്റ് കോൾസ് ഒക്കെ ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, എനി ടൈം യു ക്യാൻ കോൾ ദം. അല്ല, എമർജൻസി അല്ലാത്ത കോളുകൾ ഉണ്ടാവുമല്ലോ, ചില കാര്യങ്ങൾ അറിയിക്കാനോ അങ്ങനത്തെ ഇൻഫർമേഷൻ ഒക്കെ, അതൊക്കെയാണെങ്കിൽ നമുക്ക് വിളിക്കേണ്ടത് ഒരു 9:30 മുതൽ 1 മണി വരെ. അതേപോലെ തന്നെ 4 മണി മുതൽ 7:30 വരെ. ഇതായിരിക്കണം നമ്മളുടെ ഈ ഇൻഫർമേറ്റീവ് കോൾസും സംഗതികളൊക്കെ. ഇപ്പൊ എന്തെങ്കിലും ക്യാമ്പയിൻ കോൾസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്താണ് ആളുകളെ വിളിക്കേണ്ടത്. 9:30 മുമ്പോ അല്ലെങ്കിൽ അതിന് ശേഷം 7:00 ശേഷമോ വിളിക്കാൻ വേണ്ടി പാടില്ല. അതായത് ഇങ്ങനത്തെ കോളുകൾ, നമ്മളുടെ പ്രൊമോഷണൽ കോൾസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അവയർനെസ് കോൾസ്, ഇതൊന്നും ആ സമയത്തിന് ഇപ്പൊ 9:30 മുമ്പും 7:30 ശേഷവും വിളിക്കാൻ പാടുള്ളതല്ല. ഓക്കെ. അതേപോലെ തന്നെ നമ്മൾ 3 ടൈം ഓഫ് മാക്സിമം അറ്റംപ്റ്റ് ആണ് ഓരോ കോളുകൾക്കും നടത്തേണ്ടത്. ചില സമയത്ത് ചില ആളുകൾ നമുക്ക് വാട്സാപ്പിലൊക്കെ മെസ്സേജ് വരും, ബുക്ക് ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ ആ നമ്പറിലേക്ക് വിളിച്ചാൽ ചിലപ്പോൾ അവർ ഫോൺ എടുക്കൂല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു 3 ടൈം ഓഫ് ഫോളോ അപ്പ് ആണ് അവർക്ക് ചെയ്യേണ്ടത് ഒരു ദിവസം തന്നെ. ഓരോ കോളുകളുടെ ഇടയിൽ ഒരു 2 hours ഗ്യാപ്പ് ഇട്ടിട്ട്. ഓക്കെ. അപ്പൊ അതും ഇതിൽ ശ്രദ്ധിക്കുക. ഒരേ സമയം കുറെ കോളുകൾ വിളിച്ച് അവരെ ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്.
പ്രീ കോൾ പ്രിപ്പറേഷൻ അത് മാൻഡേറ്ററി ആണ്. അതായത് ഒരു ആൾക്ക് നമ്മൾ വിളിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇപ്പൊ അത് ഉണ്ടാവുക ഫോളോ അപ്പ് കോൾസിലാണ് മെയിൻലി ഉണ്ടാവുക. ഒരാൾക്ക് വിളിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണെങ്കിൽ അവരോട് പറയാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ കയ്യിൽ വേണം. ഒന്ന്, കൃത്യമായ പേഷ്യന്റിന്റെ പേര്, അവരുടെ വയസ്സ്, ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് അവർ വിസിറ്റ് ചെയ്തിരുന്നത്, ലാസ്റ്റ് വിസിറ്റ് എന്നായിരുന്നു, പിന്നെ ഏത് ഡോക്ടറെയാണ് അവര് കണ്ടിട്ടുണ്ടായിരുന്നത്, എന്ത് സർവീസാണ് അവർക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏതിപ്പോ ഒരു ഉദാഹരണം പറയാം. ഒരു പേഷ്യന്റ് നമ്മളുടെ എംസെല്ല ചെയർ പ്രൊസീജിയറിന് വേണ്ടിയിട്ട് 1-2 പ്രാവശ്യം വന്നിട്ടുണ്ട്. പിന്നെ അപ്പൊ അവർക്ക് വേണ്ടി ഒന്ന് വെരിഫൈ ചെയ്യാൻ, അവരുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് വിളിക്കുമ്പോൾ ആ പേഷ്യന്റ് പേര്, വയസ്സ്, ഏത് ഡിപ്പാർട്ട്മെന്റ്, അതായത് പിന്നെ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഗൈനക് കോസ്മെറ്റോളജിയിൽ ഇന്ന ദിവസം ലാസ്റ്റ് വിസിറ്റ് ചെയ്തിരുന്നു, ഈ ഡോക്ടറെയാണ് അവര്, ഇപ്പൊ റഹ്മത്ത് ഡോക്ടർ ആണെങ്കിൽ റഹ്മത്ത് ഡോക്ടറെയാണ് അവർ ലാസ്റ്റ് വിസിറ്റ് ചെയ്തിരുന്നത്, ഈ എംസെല്ല പ്രൊസീജിയറിന് വേണ്ടി വന്നതാണ്, അതാണ് സർവീസ്. ഇത്രയും കാര്യങ്ങൾ നമ്മളെ കയ്യിലുണ്ടായിരിക്കണം. ഓക്കെ. പിന്നെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ അവരെ വിളിക്കുന്നത്, അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലുണ്ടായിരിക്കണം, അല്ലെങ്കിൽ എഴുതി തയ്യാറാക്കിയിട്ട് നമ്മളെ കയ്യിലുണ്ടായിരിക്കണം. ഇനിയിപ്പോ അവരെ അടുത്തൊരു ബുക്കിംഗ് സ്ലോട്ട് എടുക്കാൻ വേണ്ടിയിട്ട്, ഇപ്പൊ സാർ നിങ്ങൾ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ പിന്നെ അടുത്ത ബുക്കിങ്ങിന് കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഇന്നെ ബുക്ക് ചെയ്തിരുന്നു, അത് മിസ് ചെയ്തിരുന്നു, അപ്പൊ സാറിന് ഞാൻ അടുത്തൊരു ഡേറ്റ് ബുക്ക് ചെയ്തോട്ടെ എന്നുള്ള കാര്യങ്ങൾ ചോദിക്കാം. ഓക്കെ. അല്ലെങ്കിൽ അതിനു വേണ്ടി ഒരു സ്ക്രിപ്റ്റ് ഞാൻ വേറെ ഇതേപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റിനും എങ്ങനെ കോൾ ചെയ്യണം, കോളിംഗ് മാനേഴ്സ് എന്ന് പറഞ്ഞിട്ട് വേറെ ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അത് കണ്ടു നോക്കി കഴിഞ്ഞാൽ കൃത്യം ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ? സ്റ്റാൻഡേർഡ് കോൾ ഓപ്പണിംഗ് സ്ക്രിപ്റ്റ് ഇത് ഓൾറെഡി നമ്മൾ പിന്നെ ഇതിനു വേണ്ടി മാത്രമായിട്ട് ഡിസ്ക്രൈബ് ചെയ്താണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അത് നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് കിട്ടും. ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ, പിന്നെ ആം ഐ സ്പീക്കിംഗ്, അതായത് നമ്മൾ അങ്ങോട്ട് വിളിക്കുന്ന കോളാണ്. ഞാൻ വിളിക്കുന്നത് ഇന്ന ആളോടാണോ, അല്ലെങ്കിൽ ഇന്ന പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡറോടാണോ, അല്ലെങ്കിൽ അവരുടെ പാരന്റിനോടാണോ എന്ന് ചോദിക്കുക. അപ്പൊ പി ഡിയിലൊക്കെ ആണെങ്കിൽ അവരുടെ പാരന്റിനോടാണ് ചോദിക്കുക. ദിസ് ഈസ് മൈ നെയിം, അതായത് എന്റെ പേര്, ഇപ്പൊ ഞാൻ വിളിക്കുകയാണെങ്കിൽ എന്റെ പേര് സഫ്വാൻ എന്നാണ്, ഞാൻ അൽഫ മെഡിക്കൽ ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത്, ഇത് നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയ സമയമാണ് സാറേ, ഒരു മാക്സിമം ഇറ്റ് വിൽ ടേക്ക് 1 മിനിറ്റ്, 1 മിനിറ്റ് സംസാരിക്കാൻ സമയമുണ്ടോ എന്ന് ചോദിക്കുക. സമയം ഉണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് അങ്ങോട്ട് വിളിക്കുന്ന കോൾ ആണെങ്കിൽ സമയം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, അവർ ഓക്കെ പറയുകയാണെങ്കിൽ നമ്മുടെ കാര്യം പറയാം. ചിലപ്പോൾ പേഷ്യന്റ് പറയാനോ ഇപ്പൊ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവരുടെ പ്രിഫേർഡ് ടൈം ഒന്ന് ചോദിക്കാം, ഞാൻ തിരിച്ചു വിളിക്കാം, എപ്പോഴാണ് സാറിന് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് ചോദിക്കാം. അപ്പൊ എല്ലായ്പ്പോഴും അങ്ങനെ ചോദിക്കുമ്പോഴൊക്കെ ആൾവേസ് സ്പീക്ക് പൊളൈറ്റ്ലി, സ്ലോലി, കോൺഫിഡന്റ്ലി. ഇത്രയും ഏരിയ നമ്മൾ വളരെ കൃത്യമായിരിക്കണം. അതുമല്ല, അവർക്ക് ഇപ്പൊ ഇനി സംസാരിക്കാൻ താല്പര്യമില്ല, മീൻസ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സാർ ഞാനൊരു കാര്യം ചെയ്യാം, ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ഞാൻ സാറിന്റെ വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്, സാർ അതൊന്ന് നോക്കൂ എന്നുള്ള ജസ്റ്റ് ഒരു സംസാരത്തോട് കൂടിയിട്ട് ആ കൺവെർസേഷൻ അവസാനിപ്പിക്കുകയും ചെയ്യാം. ക്ലിയർ? ഇതിന്റെ മുഴുവനായിട്ടുള്ള ഒരു ഡിസ്ക്രൈബ്ഡ് പിന്നെ വീഡിയോ നമ്മൾ ഇതിൽ ലിങ്കിൽ ഇട്ടിട്ടുണ്ട്, അതും കൂടി കാണുന്നതിന് ശേഷം. പിന്നെ കോൾ പർപ്പസ് വൈസ് പ്രോട്ടോകോൾ, OP അപ്പോയിന്റ്മെന്റ് കൺഫർമേഷൻ. ഒന്ന്, ഡേറ്റ് കൺഫേം ചെയ്യാം, ഏത് ഡേറ്റിൽ, ഏത് ടൈമിൽ, ഏത് ഡോക്ടറെ, അത് കൃത്യമായിട്ട് കൺഫേം ചെയ്യുക. എന്നിട്ട് അവരോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ടൈം ഇതാണ്, ആ ടൈമിന് ഒരു 15 മിനിറ്റ് മുമ്പ് ഹോസ്പിറ്റലിൽ എത്തിയിരിക്കണം, അവിടെ നിന്ന് എത്തിക്കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ഉണ്ടാവും, അത് കഴിഞ്ഞിട്ടാണ് സാറിന്റെ ടോക്കൺ വിളിക്കുക എന്നുള്ള പറയാം. കാരണം ഇപ്പൊ അവരോട് 10 മണിക്ക് എത്താൻ വേണ്ടി പറഞ്ഞു, അവരൊരു 10 മണിക്ക് ഷാർപ്പ് എത്തി, അല്ലെങ്കിൽ ഒരു 10:05 എത്തി, പിന്നെ നിങ്ങളുടെ രജിസ്ട്രേഷൻ ടൈം ഉണ്ടാവും, അതിനൊരു 10 മിനിറ്റ് പോകും, അവിടെ തിരക്കുണ്ടെങ്കിൽ വീണ്ടും അവർ 10:30 ആവും ഡോക്ടറെ അടുത്ത് എത്താൻ, അപ്പൊ വീണ്ടും ഒരു ടൈം ഡിലേ വരികയാണ്. അപ്പൊ മുൻകൂട്ടി കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതും കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് വരും. വേറെ എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്നുള്ള സാധനം ചോദിക്കും. അപ്പോൾ വീൽ ചെയർ ഒക്കെ വേണ്ട പേഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ മുൻകൂട്ടി പറഞ്ഞ് വരികയാണ്, നമുക്ക് സെക്യൂരിറ്റിനോട് പറയാം, ഇന്ന സമയത്ത് ഇന്ന പേഷ്യൻസ് വരാൻ സാധ്യത ഉണ്ട്, അതുകൊണ്ട് അന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള ആളുകളെയും നമുക്ക് ആ സമയത്ത് എത്തിച്ചു കൊടുക്കാം. ഒരു പ്രത്യേകമായിട്ട് ഓർത്തോ, അല്ലെങ്കിൽ ഇപ്പൊ ജനറൽ പേഷ്യന്റ്, ഗൈനക്കൊക്കെ നോർമലി വരും. ഇൻ കേസ് ഇതിൽ എമർജൻസി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഇത് വളരെ ഉപകാരപ്പെടും. എല്ലാവരോടും ഒരേ പ്രോട്ടോകോൾ ഉപയോഗിക്കുക, അപ്പോൾ അവർക്ക് നമ്മളുടെ സർവീസ് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള അവയർനെസ് കിട്ടും. ക്ലിയർ?
ഒരു പ്രാവശ്യം ഇതെല്ലാം ചോദിച്ചതിന് ശേഷം ഇത് എൻഷുർ ചെയ്യുക. സാർ, ഇന്ന പേഷ്യന്റ് അല്ലേ, ഇന്ന ഡേറ്റ് ആണ് ഞാൻ പറഞ്ഞത്, ഈ സമയത്താണ് സാർ വരേണ്ടത്, ഇന്ന ഡോക്ടർക്കാണ് സാർ ബുക്കിംഗ് ചെയ്തിട്ടുള്ളതെന്ന് എൻഷുർ ചെയ്തിട്ട് വേണം നെക്സ്റ്റ് സ്റ്റെപ്പ് പിടിക്കാൻ. ക്ലിയർ? മിസ്ഡ് ഒ പി ഫോളോ അപ്പ്. മിസ്ഡ് ഒ പി ഫോളോ അപ്പ് എന്ന് പറഞ്ഞത് സാധാരണ നമ്മളൊരു ഡോക്ടർക്ക് ബുക്ക് ചെയ്തു, സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതാണ്. ഡോക്ടർക്ക് ബുക്ക് ചെയ്തു, ഇന്നൊരു 10 പേര് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 2 പേര് ഇന്ന് വന്നിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ജസ്റ്റ് നമ്മൾ അന്ന് അപ്പൊ വിളിച്ചു നോക്കും. ചില ആൾക്കാർ ഫോൺ എടുക്കൂല, അങ്ങനെയൊക്കെ ഉണ്ട്. ദെൻ നെക്സ്റ്റ് ഡേ അവർക്ക് വിളിക്കുക. പക്ഷെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, അവരെ ബ്ലെയിം ചെയ്യാൻ പാടില്ല. നോട്ട് ബ്ലെയിം ഓർ ക്വസ്റ്റ്യൻ ദം. അവരുടെ ഒരു കൺസേൺ ബേസ്ഡ് അപ്രോച്ചാണ് എടുക്കേണ്ടത്. സാറേ, നിങ്ങൾ ഇങ്ങനെ ഇന്നലത്തെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരുന്നല്ലോ, നിങ്ങളെ കണ്ടില്ല, ആർ യു ഫീലിംഗ് ഓക്കെ? കുഴപ്പമൊന്നുമില്ലല്ലോ, നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഈ ഇന്ന ഡോക്ടർ ഇന്നുണ്ട്, ഞാൻ വേണമെങ്കിൽ അവരെ അപ്പോയിന്റ്മെന്റ് എടുക്കാം എന്ന് പറയാം. ഒരു അർജൻസിയോ അല്ലെങ്കിൽ അവരെ പ്രഷർ ചെയ്യരുത്. ഒരു ഹെൽപ്പ് ചെയ്തു കൊടുക്കുന്ന മൂഡിലാണ് ഈ കാര്യങ്ങൾ ചോദിക്കേണ്ടത്. സാർ ഇന്നലെ, ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, സാർ ഇന്നലെ സ്കിൻ ഡോക്ടർക്ക് ബുക്ക് ചെയ്തിരുന്നല്ലോ, പക്ഷെ സാറിന്റെ അപ്പോയിന്റ്മെന്റ് കണ്ടിട്ടില്ല. അപ്പൊ സാറിന് എന്തെങ്കിലും പ്രയാസം ഉണ്ടോ, അതോ ഇന്ന് നമുക്ക് വേറെ ഡോക്ടർ ഉണ്ട്, ഡോക്ടർ വേണമെങ്കിൽ ഞാൻ അവരെ അപ്പോയിന്റ്മെന്റ് എടുത്തു തരാം എന്ന് ചോദിക്കാം. ഓക്കെ, അതായത് ഇതിൽ ബെനിഫിറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രം പറയാം. ഒരു അർജൻസി അല്ലെങ്കിൽ അവരെ പ്രഷർ ചെയ്യുക, ഈ രൂപത്തിലൊന്നും നമ്മൾ സംസാരിക്കാൻ പാടില്ല. ഈ മിസ്ഡ് ഒ പി ഫോളോ അപ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണത്. ഓരോ ദിവസവും ചെയ്യണം. ഇപ്പൊ ഇന്ന് ഒരു ടോട്ടൽ നമുക്ക് ബുക്കിംഗ് ഒരു 100 പേഷ്യന്റ് ബുക്കിംഗ് ഉണ്ടെങ്കിൽ ഒ പിയിൽ അവരെല്ലാം വന്നിട്ടുണ്ടോ നോക്കുക. വരാത്തവർക്കാണ് നമ്മൾ ഈ കോള് പോവേണ്ടത്. ക്ലിയർ? ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു ഏരിയയാണ് പോസ്റ്റ് കൺസൾട്ടേഷൻ ഫോളോ അപ്പ് കോൾ. അതായത് ഒരാൾ കൺസൾട്ട് ചെയ്തു പോയി, അതിനുശേഷം ജസ്റ്റ് അവരുടെ ഒരു സുഖവിവരങ്ങൾ അന്വേഷിക്കുക. ആഫ്റ്റർ 2 days വിളിക്കുക, വിളിച്ചിട്ട് പേഷ്യന്റെ കണ്ടീഷൻ ചോദിക്കുക. സാധാരണ വിളിക്കേണ്ട രൂപം ഞാൻ വീണ്ടും പറഞ്ഞിട്ടുണ്ട്, ആ രൂപത്തിൽ തന്നെ വിളിക്കുക. പിന്നെ മെഡിക്കേഷൻ ഒക്കെ കൊടുക്കുന്നില്ലേ എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുക. കുറവുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ്സ് ഫൈൻ. അപ്പൊ അങ്ങനെ തന്നെ ഇപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ കീപ്പ് ചെയ്യുക എന്ന് പറയാം. ദെൻ അടുത്ത റിവ്യൂ ഡേറ്റ് എന്നാന്ന് അവരോട് ചിലപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയെങ്കിൽ ഫൈൻ. അല്ല, നിങ്ങളുടെ മെഡിക്കൽ റെക്കോർഡ്സിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ അത് പറയാം, ഇന്ന ദിവസമാണ് സാർ പറഞ്ഞിട്ടുള്ളത്, അപ്പോൾ അന്നത്തേക്ക് ബുക്ക് ചെയ്യണമെങ്കിൽ ബുക്ക് ചെയ്ത് കൊടുക്കുക. ഇൻ കേസ് ഏതെങ്കിലും ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡോക്ടേഴ്സിനെയും നഴ്സിനെയും അറിയിക്കുക. അപ്പോൾ ഒന്നുകിൽ അവരുടെ എന്തെങ്കിലും സിവിയർ ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ അവർ പറയുകയാണെങ്കിൽ, മെഡിക്കലി എന്തെങ്കിലും ഇഷ്യൂസ് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ഈയിടെയായിട്ട് ഒരു കോൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവര് ഒരു രാത്രി വന്ന് ഡോക്ടറെ കാണിച്ചു, പക്ഷെ പിന്നെ അവർക്ക് പിന്നെ ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ചെവി വേദനയായിട്ട് വന്നു, അവർക്ക് ടാബ്ലറ്റ് കൊടുത്തു, ഡ്രോപ്സ് ഒന്നും കൊടുത്തില്ല, പിറ്റേ ദിവസവും അസുഖം മാറിയില്ല, എന്നിട്ട് ഡ്രോപ്പ് വാങ്ങി ഒറ്റിച്ചു എന്നുള്ള രീതിയിൽ. അപ്പൊ അങ്ങനെയൊക്കെ പറയുന്ന കേസുകൾ ഉണ്ടാവാൻ വഴിയുണ്ട്. അങ്ങനത്തെ കണ്ടീഷൻ എന്താണോ ഡയഗ്നോസ് ചെയ്ത് ഡോക്ടറുടെ ആ സമയത്ത് ഉണ്ടാവുന്ന പിന്നെ ഡയഗ്നോസിങ് വെച്ചിട്ടാണ് ട്രീറ്റ്മെന്റ് ഉണ്ടാവുക. അത് നമുക്ക് അതിനെ കുറിച്ച് പിന്നെ ശരിയായിട്ടോ അല്ലെങ്കിൽ തെറ്റായിട്ടോ വ്യാഖ്യാനിക്കാൻ കഴിയില്ല. അപ്പൊ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ, അവർ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുക, നോട്ട് ചെയ്ത് വെക്കുക, ആ ഡോക്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇൻ കേസ് അവർക്ക് വേണ്ട ആ പേഷ്യൻസിന് എന്തെങ്കിലും നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കുക. അയാളെന്ന് പറഞ്ഞത് അയാളുടെ രാത്രി വാങ്ങിച്ചുകൊണ്ടേ മെഡിസിൻ ബാലൻസ് ഉണ്ട്, റിട്ടേൺ ചെയ്യണം, ഓക്കെ റിട്ടേൺ ചെയ്യാം, നോ ഇഷ്യൂ. അതായത് ആ പേഷ്യന്റ് തന്നെയാണ് വീണ്ടും നമുക്ക് വരാനുള്ളത്. സോ അവരുടെ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. പോസ്റ്റ് കൺസൾട്ടേഷൻ ഫോളോ അപ്പ് കോൾസ് വളരെ ഇമ്പോർട്ടന്റ് കോളാണ്. അത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കോളും കൂടിയാണ്. ഇനി അടുത്തൊരു സെക്ഷൻ ഹെൽത്ത് പാക്കേജസ്, സർവീസ് പ്രൊമോഷൻസ്. ഇപ്പൊ നമുക്ക് ഒരു റമദാനോട് മുൻകൂട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫെസ്റ്റിവലിന് മുൻകൂട്ടിയിട്ട് നമുക്കൊരു ഓഫർ നടക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് കൊടുക്കേണ്ടത് നമ്മളുമായിട്ട് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കാണ്. സോ നമുക്ക് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ആളുകൾ എന്നുള്ള നിലയിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ നമ്മുടെ പേഷ്യൻസിന്റെ ഇടയിൽ അല്ലെങ്കിൽ നമ്മുടെ ഫോളോവേഴ്സിന്റെ ഇടയിൽ കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ അവരോട് വിളിച്ച് സംസാരിക്കേണ്ടത്, അവർ പെർമിഷൻ ചോദിക്കുക. സർ, ഇന്ന ഹോസ്പിറ്റലിൽ നിന്നാണ്, ഇന്ന ആളാണ് വിളിക്കുന്നത്, സർ ഈ ഒരു ബെനിഫിറ്റിനെ
കുറിച്ച് പറയാനായിരുന്നു. എനിക്കൊരു മിനിറ്റ് സംസാരിക്കാമോ, അല്ലെങ്കിൽ സാർ ഓക്കെ ആണോ എന്ന് ചോദിക്കുക. എന്നിട്ട് എന്താണോ നമ്മളെ ബെനിഫിറ്റ്, ഹെൽത്ത് ബെനിഫിറ്റ്, ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ വി ആർ അപ്രോച്ചിങ് റമദാൻ പാക്കേജ്. ഇപ്പോ റമദാനോടനുബന്ധിച്ച് അൽഫ മെഡിക്കെയർ ലബോറട്ടറീസ് നിങ്ങൾക്ക് ഇങ്ങനെ ഓഫർ തരുന്നുണ്ട്. നമ്മളുടെ എല്ലാ ബ്രാഞ്ചുകളിലും അവൈലബിൾ ആണ്. അപ്പൊ സാർ സാറിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഞാനൊരു കാർഡ് അയക്കുന്നുണ്ട്. ആ കാർഡ് കാണിച്ചാൽ സാധാരണ ഇത്ര രൂപയുടെ പാക്കേജ് ആണ്, സാറിന് ഇത്ര രൂപക്ക് അത് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ സാറിന് ഒന്ന് ബുക്ക് ചെയ്തോട്ടെ എന്ന് ചോദിക്കാൻ, അല്ലെങ്കിൽ വാട്സാപ്പിൽ ഒരു ബാക്കിയുള്ള കമ്മ്യൂണിക്കേഷൻ നടന്നോളൂ. ജസ്റ്റ് ഇൻഫോം ചെയ്യാം. ഓക്കെ, ഡിസ്കൗണ്ടിനെ കുറിച്ച് കൂടുതൽ പറയാതിരിക്കുക. അവരുടെ ഫോക്കസ് ഓൺ ബെനിഫിറ്റ്, അവർക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ആണ് അതുകൊണ്ട് ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങൾ കൂടുതൽ പറയാം. പിന്നെ അവരെ ബേജാറാക്കിക്കൊണ്ടുള്ള ഒരു സെല്ലിംഗ് മോഡലിലേക്ക് പോകരുത്. ഒന്നുകിൽ അവരെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡീറ്റെയിൽ ഇൻഫർമേഷൻ വാട്സപ്പ് ത്രൂ അവർക്ക് കൊടുക്കാം. ഇത് ഹെൽത്ത് പാക്കേജിനെ കുറിച്ചാവാം, അല്ലെങ്കിൽ ക്യാമ്പുകളെ കുറിച്ചാവാം. ഇങ്ങനത്തെ കോളുകളൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. ക്ലിയർ? പിന്നെ ഏറ്റവും അടുത്തൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഫീഡ്ബാക്ക് ആൻഡ് ഗ്രീവൻസ് കോൾ. പരാതികൾ കേൾക്കുക. പരാതികൾ ഏറ്റവും കൂടുതൽ കേൾക്കുക ഫോണിലൂടെ തന്നെയാണ്. ഒന്നാമത്തെ കാര്യം, ലിസൺ കെയർഫുള്ളി വിത്തൗട്ട് എനി ഇന്ററപ്ഷൻ. നമ്മൾ അങ്ങോട്ടൊന്നും പറയാതെ കൃത്യമായിട്ട് കാര്യങ്ങൾ കേൾക്കുക. എന്താണോ പേഷ്യന്റ് പറയുന്നത്, കാരണം ദേ ആർ അവർ ടീം. ആ പേഷ്യന്റ് നമ്മളെ കാണാൻ വേണ്ടി വന്ന ആൾക്കാരാണ്. അവരുടെ കേൾക്കുക എന്നുള്ളത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ നമ്മൾ അവരെ ഒരു ഇന്ററപ്ഷനും കൂടാതെ കേൾക്കുക. അവരായിട്ട് ആർഗ്യൂ ചെയ്യാൻ പാടില്ല, ഡിഫെൻസീവ് മോഡിലേക്ക് പോകാൻ പാടില്ല. ഓക്കെ, നെവർ ആർഗ്യൂ ഓർ ഡിഫെൻഡ്. അപ്പോളജൈസ് ഇഫ് നീഡഡ്. അവർക്ക് ഉണ്ടായ പ്രയാസങ്ങളെ കുറിച്ച് എന്തെങ്കിലും പ്രയാസം പറയുകയാണെങ്കിൽ നമ്മൾ അതിന് അപ്പോളജി ചെയ്യുക. സോറി നിങ്ങൾക്കുണ്ടായ പ്രയാസത്തിന് സോറി സാർ, അതിന് വേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു തരാം എന്നുള്ള രീതിയിൽ സംസാരിക്കുക. അഷ്വർ ആക്ഷൻ ആൻഡ് ടൈം ലൈൻ. അവരുടെ പ്രയാസങ്ങൾ ആരുമായിട്ടാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നും, അത് ഇത്ര സമയം കൊണ്ട് സാറിനെ ഇൻഫോം ചെയ്യാമെന്നും അവരോട് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എസ്കലേറ്റ് ഇമ്മീഡിയറ്റ്ലി ടു സൂപ്പർവൈസർ. ഇത് എക്സിക്യൂട്ടീവ് ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ സൂപ്പർവൈസറുടെ അടുത്ത് കൃത്യമായിട്ട്, കോളിംഗ് ഏരിയ സൂപ്പർവൈസർ ഉണ്ടാവും, അവരുടെ അടുത്ത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ക്ലിനിക്കൽ ആണെങ്കിൽ അത് നെക്സ്റ്റ് സ്റ്റെപ്പിൽ വരുന്നുണ്ട്, അതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ എറ്റിക്യൂട്ട്, അതായത് മര്യാദകൾ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴുള്ള ഉപയോഗിക്കേണ്ട മര്യാദകൾ. ഒന്ന്, പേഷ്യൻസിന്റെ പേര് പറയാ. ഇന്ന ആളല്ലേ എന്ന് ചോദിക്കുക. വളരെ വാമായ ടോൺ ഉപയോഗിക്കുക. മെഡിക്കൽ ടേംസ് ഉണ്ടല്ലോ, മെഡിക്കൽ ടേംസ് കൂടുതലായിട്ട് ഉപയോഗിക്കാതിരിക്കുക. കാരണം എല്ലാവരും മെഡിക്കോസ് അല്ല, നമ്മൾ സംസാരിക്കുന്ന പേഷ്യൻസിനോടാണ്. ഒരിക്കലും ആർഗ്യൂ ചെയ്യരുത്, ഒരിക്കലും ഡയഗ്നോസ് ചെയ്യരുത്. ഇന്ന പ്രോബ്ലംസ് നിങ്ങൾക്ക് ഉണ്ട് എന്ന് അവർ പറയുകയാണെങ്കിൽ, എനിക്ക് ഇവിടെ പെയിൻ ഉണ്ട്, ഇന്ന സംഗതികളുണ്ട്, എന്നാൽ ഇതായിരിക്കും. അപ്പൊ ഫോണിലൂടെ ഡയഗ്നോസ് ചെയ്ത് കാര്യം പറയാതിരിക്കുക. നോ ഫാൾസ് പ്രോമിസ്. ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ കളവായിട്ടുള്ള ഒരു പ്രോമിസും ഫോണിലൂടെ കൊടുക്കരുത്. മെയിൻറ്റെയിൻ കോൺഫിഡൻഷ്യാലിറ്റി. ഒരു പേഷ്യന്റിന്റെ രഹസ്യ സ്വഭാവങ്ങൾ എന്തൊക്കെയുണ്ടോ അത് കൃത്യമായിട്ട് കോൺഫിഡൻഷ്യൽ ആയിട്ട് കീപ്പ് ചെയ്യുക. ഒരു പേഷ്യന്റിന്റെ വിവരങ്ങൾ വേറൊരാളോട് പറയാതിരിക്കുക, ഇൻക്ലൂഡിങ് ഫോൺ ത്രൂ ആണെങ്കിൽ പോലും. ഓക്കെ, അവരുടെ വേണ്ടപ്പെട്ടവർ, അവരുടെ ഓൺ ബൈസ്റ്റാൻഡേഴ്സ് അല്ലാതെ വേറെ ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുക. അതിൽ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യരുത് എന്നുള്ള പറയുന്നുണ്ട്. അത് നിങ്ങൾ എന്തായാലും വരണം, യു മസ്റ്റ് കം. ഡോക്ടർ ഇപ്പൊ മാത്രമേ ഫ്രീ ഉണ്ടാവുള്ളൂ, ഇന്നത്തോടെ ഈ ഓഫർ തീരും, നാളെ മുതൽ കിട്ടൂല, അങ്ങനെയുള്ള ടോൺസ് ഒക്കെ പരമാവധി ഒഴിവാക്കുക. ഓക്കെ, എമർജൻസി ആണെങ്കിൽ അവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാം. ഈ ഡോക്ടർ ഇപ്പൊ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് മറ്റേ ഡോക്ടറെ അവൈലബിൾ ആയിരിക്കും എന്നുള്ള രീതിയിൽ പറയാം. എല്ലാ സാധനവും പോസിറ്റീവായിട്ട് റീപ്ലൈ കൊടുക്കാം. ക്ലിയർ? കോളിംഗ് ക്ലോസിംഗ് സ്ക്രിപ്റ്റ്, അത് കൃത്യമായിട്ട് ഇങ്ങനെ തന്നെ പോവാ. ഇതും ഞാൻ നമ്മുടെ കോളിംഗ് പ്രോട്ടോകോൾസിൽ പറഞ്ഞിട്ടുണ്ട് വേറൊന്ന്. അപ്പൊ അത് ഡിസ്ക്രിപ്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിലുണ്ടാവും. അതിൽ കമ്മ്യൂണിക്കേറ്റ്, അതിൽ നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക.
എല്ലായ്പ്പോഴും ഒരേ ക്ലോസിംഗ് സ്ക്രിപ്റ്റ് ആക്കാൻ വേണ്ടി നോക്കുക എല്ലാവരും. താങ്ക് യു ഫോർ യുവർ ടൈം. നമ്മൾ അങ്ങോട്ട് വിളിച്ച കോൾ ആണെങ്കിൽ താങ്ക് യു ഫോർ യുവർ ടൈം മിസ്റ്റർ ഷംസുദ്ദീൻ, അല്ലെങ്കിൽ എന്താണോ പേര് അവരോട്. ഇഫ് യു നീഡ് എനി അസിസ്റ്റന്റ് പ്ലീസ് ഫീൽ ഫ്രീ ടു കോൺടാക്ട് us. വി ലുക്ക് ഫോർവേഡ് ടു ടേക്കിംഗ് കെയർ ഓഫ് യു. ഈ ഒരു സാധനം കൃത്യമായിട്ട് പഠിച്ച് ഇതേപോലെ തന്നെ കൊടുക്കുക. താങ്ക് യു ഫോർ യുവർ കോൾ മിസ്റ്റർ ഇന്ന ആൾ എന്നുള്ള സാധനം എന്തായാലും പറയാം. അൽഫ മെഡിക്കെയർ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചതിന് നന്ദി, അല്ലെങ്കിൽ ഞങ്ങളോട് സംസാരിച്ചതിന് നന്ദി. നിങ്ങളുടെ എന്താ പറയാ ആരോഗ്യത്തിനായി, അല്ലെങ്കിൽ നിങ്ങളുടെ വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു ടേക്കിംഗ് കെയർ ഓഫ് യു എന്നുള്ള സാധനം തന്നെ പഠിച്ചു വെക്കുക. എന്നിട്ട് അങ്ങനെ തന്നെ പറയാം. ഓക്കെ, മലയാളത്തിലാകുമ്പോൾ കുറച്ച് ഒരു നീട്ടി പറയേണ്ടി വരും. ഏതാണ് നിങ്ങൾക്ക് കംഫർട്ട് എന്നുള്ളത്, പക്ഷെ കൃത്യമായിട്ട് ആ സാധനം ഉപയോഗിക്കുക. സ്ക്രിപ്റ്റ് കൃത്യമായിട്ട് ഉപയോഗിക്കുക. ഓപ്പണിംഗ് സ്ക്രിപ്റ്റും ക്ലോസിംഗ് സ്ക്രിപ്റ്റും കൃത്യമായിട്ട് ഉപയോഗിക്കുക. ഡോക്യുമെന്റേഷൻ എല്ലാ ഓരോ കോളുകളും ചെയ്ത് കഴിഞ്ഞ കോള്, വന്ന കോൾ, ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഇപ്പൊ ചെയ്യുന്ന തന്നെ. കോൾ സ്റ്റാറ്റസ് ആൻസർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, ബിസി ആണോ, റിപ്പോർട്ട് ചെയ്യാം. പേഷ്യന്റ് റെസ്പോൺസ്, അത് നമുക്ക് ഗൂഗിൾ ഷീറ്റ് ഉണ്ട്, ആ ഗൂഗിൾ ഷീറ്റിൽ അപ്ഡേറ്റ് ചെയ്താലും മതി. അപ്പോയിന്റ്മെന്റ് ബുക്ക്ഡ് ഓർ നോട്ട്, അത് സെപ്പറേറ്റ് നമ്മുടെ സോഫ്റ്റ്വെയറിലാണ് അപ്പോയിന്റ്മെന്റ് എടുക്കുക. ഓക്കെ, ഇന്നത്തെ ടോട്ടൽ അപ്പോയിന്റ്മെന്റ്സ് എത്ര, അല്ലെങ്കിൽ നാളത്തെ ടോട്ടൽ ബുക്കിംഗ് എത്ര, അതൊക്കെ നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. അതിന്റെ ഒരു ഫോമാറ്റ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, പിന്നെ ഫോളോ അപ്പ് അപ്ഡേറ്റ്, എത്ര കോൾസ് ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്. എന്തെങ്കിലും റിമാർക്കുകൾ ഉണ്ടെങ്കിൽ അത്, ഏതെങ്കിലും ചെയ്യാൻ പറ്റാത്തോ പിന്നെ എന്തെങ്കിലും റിമാർക്കുകൾ ഉണ്ടെങ്കിൽ അത്. ഇതാണ് ഡോക്യുമെന്റ് ചെയ്യേണ്ടത്. എല്ലാ എക്സിക്യൂട്ടീവ്സിന്റെ കയ്യിലും ഒരു കൃത്യം ഒരു നോട്ട്ബുക്ക് അതിനുവേണ്ടി കീപ്പ് ചെയ്യണം. ഇന്നത്തെ നിങ്ങൾ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ചെയ്യാൻ ലാസ്റ്റ് റിപ്പോർട്ടിലേക്ക് മാറ്റുകയാണ് ചെയ്യുക. ക്ലിയർ? എസ്കലേഷൻ മെട്രിക്സ്, അതായത് ടൈപ്പ് ഓഫ് ഇഷ്യൂ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു എസ്കലേറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് എസ്കലേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. എന്തൊക്കെ കാര്യങ്ങൾ ആർക്കൊക്കെ. ഒന്ന് ടൈപ്പ് ഓഫ് ഇഷ്യൂകൾ പറഞ്ഞിട്ടുണ്ട്. മെഡിക്കൽ കംപ്ലൈന്റ് ആണെങ്കിൽ ഡ്യൂട്ടി നേഴ്സ് അല്ലെങ്കിൽ നഴ്സിംഗ് ഓഫീസർ. ഓക്കെ, മെഡിക്കൽ കംപ്ലൈന്റ്സ് ആണെങ്കിൽ നഴ്സിംഗ് ഓഫീസറുമായി ബന്ധപ്പെട്ടിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് പിടിക്കാം. നഴ്സിംഗ് ഓഫീസർ എന്ത് ചെയ്യും, അതിന് വേണ്ട നിർദ്ദേശങ്ങൾ ഡോക്ടർമാരോടോ ഇവരോടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് തരും. ഡോക്ടർ അവൈലബിലിറ്റി, അതാണെങ്കിൽ ഒ പി കോർഡിനേറ്റർ. ഇപ്പൊ നിങ്ങൾക്ക് കോളിംഗിലാണെങ്കിൽ ഒരു കോർഡിനേറ്റർ മീൻസ് സൂപ്പർവൈസർ ഉണ്ട്, അതേപോലെ തന്നെ ഒ പിയിൽ ഒ പി കോർഡിനേറ്റർ ഉണ്ടാവും. ഇപ്പൊ ഉള്ള ഡോക്ടേഴ്സിന്റെ അവൈലബിലിറ്റി എന്താണെന്ന് അവരോട് ചോദിച്ചാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും. നാളെയുള്ള ഡോക്ടർ അവൈലബിലിറ്റി ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഓൾറെഡി നിങ്ങളതിൽ ഡീറ്റെയിൽ ഉണ്ടാവുമല്ലോ. സർവീസ് കംപ്ലൈന്റ് നിങ്ങളുടെ സൂപ്പർവൈസർ അടുത്ത് പറയാം. സർവീസ് കംപ്ലൈന്റ് നിങ്ങളുടെ സൂപ്പർവൈസർ അടുത്ത് പറയാം. വാട്ട് കൈൻഡ് ഓഫ് കംപ്ലൈന്റ്സ്, ഇപ്പോ ഗസ്റ്റ് റിലേഷനുമായി ബന്ധപ്പെട്ടാണെങ്കിൽ, ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റിൽ റിപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ലീഗൽ അല്ലെങ്കിൽ സീരിയസ് ഇഷ്യൂസ് ആണെങ്കിൽ ഡയറക്റ്റ് ടു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഈ രീതിയിലാണ് കംപ്ലൈന്റ്സ് ഹാൻഡിൽ ചെയ്യേണ്ടത്. എല്ലാ ചെറിയ കാര്യത്തിനും നേരിട്ട് അഡ്മിനിസ്ട്രേറ്റർ വിളിക്കാൻ പാടില്ല. ഓരോരുത്തർക്കും ഓരോ ഏരിയയിലുണ്ട്. ആ ഏരിയയിൽ നിങ്ങൾ പറഞ്ഞിട്ടും കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നെക്സ്റ്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെടാം. ക്ലിയർ? ഡെയിലി KPI ഫോർ ടെലികോളേഴ്സ്. KPI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. അതായത് കോൾസ് അറ്റംപ്റ്റഡ്, നിങ്ങൾ വിളിച്ച കോൾസ്, കോൾസ് കണക്റ്റായി കിട്ടിയത് എത്ര എണ്ണം, അതിൽ നിന്നും അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്ത് എത്ര എണ്ണം, കൺവേർഷൻ റേറ്റ്, വിളിച്ച കോളുകളുടെ എണ്ണം, അതിൽ നിന്നും കൺവേർട്ട് ആയ ആളുകളുടെ എണ്ണം, അതാണ് ഇവിടെ കൺവേർഷൻ റേറ്റ് ഉണ്ടാവുക. അതിന്റെ ഡിഫറൻസ് എത്രയാണെന്ന്. ഫീഡ്ബാക്ക് എത്ര പേരിൽ നിന്നെടുത്തു. ഇതാണ് നിങ്ങളുടെ ഓരോ ദിവസവും അപ്ഡേറ്റ് ചെയ്യേണ്ട കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. നിങ്ങളുടെ ഓരോ നിങ്ങൾ അങ്ങോട്ട് വിളിക്കുന്ന കോളുകൾ. ഇതേപോലെ തന്നെ ഒന്ന് രണ്ട് ഇതും കൂടി ആഡ് ചെയ്യേണ്ടി വരും. ഇങ്ങോട്ട് വരുന്ന കോളുകൾ ഉണ്ടാവുമല്ലോ, എൻക്വയറീസ് ഉണ്ട്, ഡോക്ടേഴ്സ് എൻക്വയറീസ് ഉണ്ട്, അതൊക്കെ ഇതിൽ അഡീഷണൽ ആയിട്ട് വരുന്നതാണ്. ക്വാളിറ്റി മോണിറ്ററിംഗ്, സൂപ്പർവൈസേഴ്സ് ചെയ്യേണ്ട റാൻഡം ആയിട്ട് കോൾ ഓഡിറ്റ് ചെയ്യുക. നമ്മളെ എക്സിക്യൂട്ടീവ്സ് കൃത്യമായിട്ടാണോ ഇത് കൈകാര്യം ചെയ്യുന്നത് റാൻഡം ആയിട്ട് ചെക്ക് ചെയ്യുക.
വീക്കിലി സ്ക്രിപ്റ്റ് കമ്പൈലൻസ് ചെയ്യുക. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പണിംഗ് സ്ക്രിപ്റ്റ് ഉണ്ട്, ഒരു ഫോൺ എടുക്കുമ്പോൾ എന്ത് പറയണം, ക്ലോസിംഗ് സ്ക്രിപ്റ്റ് ഉണ്ട് എന്ത് പറയണം, അതേപോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും എന്തൊക്കെ സംസാരിക്കണം എന്നുള്ള സ്ക്രിപ്റ്റ് ഉണ്ട്. അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇല്ലെങ്കിൽ അതിന്റെ ട്രെയിനിങ് കൊടുക്കാം. മന്ത്ലി പെർഫോമൻസ് റിവ്യൂ, ഇതിന്റെ ഒരു പ്രോസസ് ഞാൻ ഉണ്ടാക്കി വെക്കുന്നുണ്ട്, അത് ഫോളോ ചെയ്തിട്ട് പോവാം. അതിന് മുന്നോടിയായിട്ട് എന്ത് ചെയ്യാം, മന്ത്ലി പെർഫോമൻസ് റിവ്യൂ എടുക്കാം. ഓരോരുത്തരും എത്രത്തോളം കോളുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം കോളുകൾ വിളിച്ചിട്ടുണ്ട്, ഇതൊക്കെ നിങ്ങളുടെ എക്സിക്യൂട്ടീവ്സിന്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് എടുക്കാം. അതേപോലെ തന്നെ നിങ്ങളുടെ ടോട്ടൽ ടീമിന്റെയും പിന്നെ അക്കൗണ്ടബിലിറ്റികളും ഇതിന്റെ കൂടെ ചെക്ക് ചെയ്യും. പിന്നെ പേഷ്യന്റ് കംപ്ലൈന്റ് ട്രാക്കിംഗ്, എത്ര പേഷ്യന്റ് കംപ്ലൈന്റ് നമ്മൾ ട്രാക്ക് ചെയ്തിട്ടുണ്ട്, അവരുടെ ആ കംപ്ലൈന്റ്സ് ഒക്കെ നമ്മൾ സൊല്യൂഷൻ ആക്കി കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവും. ഇതാണ് ക്വാളിറ്റി മോണിറ്ററിംഗിൽ വരേണ്ടത്. ഇത് സൂപ്പർവൈസർ വിത്ത് HR ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ട്രെയിനിങ് ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി. ഇൻഡക്ഷൻ ട്രെയിനിങ് നിർബന്ധമാണ്. ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് പിന്നെ ഈ വീഡിയോ കാണുന്നതിലൂടെ ഏകദേശം നിങ്ങൾക്ക് ധാരണ കിട്ടും. പ്ലസ് HR നിങ്ങൾക്ക് സ്പെഷ്യലി ട്രെയിനിങ് തരും. മന്ത്ലി റീഫ്രഷർ ട്രെയിനിങ് ഉണ്ടാവും. ഈ സെയിം സാധനം തന്നെ എല്ലാ മാസവും നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കണ്ട് നിങ്ങളുടെ പ്രോഗ്രാം കൃത്യമായിട്ട് പോകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. പിന്നെ സൈൻ കോൺഫിഡൻഷ്യാലിറ്റി അഗ്രിമെന്റ്. ഇതിലുള്ള ഓരോ ആളുകളും കോൺഫിഡൻഷ്യാലിറ്റി അഗ്രിമെന്റ് സൈൻ ചെയ്യണം. അതായത് പേഷ്യന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. പരമാവധി എന്ന് വെച്ചാൽ വളരെ സെൻസിറ്റീവായ കാര്യം, ഇപ്പോ ഒരാളുടെ അസുഖവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് എന്താ പറയാ അതോറിറ്റി അല്ലാതെ വേറൊരാളെ അറിയിക്കാൻ പാടില്ല. ക്ലിയർ? സീറോ ടോളറൻസ് ഫോർ ഡാറ്റ മിസ്യൂസ്. ഇപ്പൊ നമ്മൾക്ക് കിട്ടുന്ന ഡാറ്റകളുണ്ട്, ആ ഡാറ്റകൾ മിസ്യൂസ് ചെയ്യപ്പെടാനും പാടില്ല. ക്ലിയർ? അത് നമ്മളുടെ അപ്പോയിന്റ്മെന്റ് ലെറ്ററിൽ തന്നെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ക്ലിയർ? കാരണം നിങ്ങളൊരു വാല്യുബിൾ ഏരിയയിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് കുറച്ചുകൂടി എന്താ പറയാ പ്രൊഫഷണലി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും കുറച്ച് എത്തിക്കലി മുന്നോട്ട് പോകാൻ കൂടി വേണ്ടിയിട്ടാണത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡിസിപ്ലിനറി ആക്ഷൻ എന്തായിരിക്കും? ഒന്ന്, സ്ക്രിപ്റ്റ് നമ്മൾ പറഞ്ഞ അതുപോലെ തന്നെയാണ് നിങ്ങളുടെ കോളുകളും കാര്യങ്ങളും പോകേണ്ടത്. സ്ക്രിപ്റ്റിൽ എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടെങ്കിൽ വാർണിംഗ് ലെറ്റർ കിട്ടുന്നതായിരിക്കും. റൂഡ് ബിഹേവിയർ ആണെങ്കിൽ ഇമ്മീഡിയറ്റ് ആക്ഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും. റൂഡ് ബിഹേവിയർ ടുവാർഡ്സ് പേഷ്യന്റ്, ടുവാർഡ്സ് ത്രൂ ഫോൺസ്, ത്രൂ ഇന്റേണൽ എനിത്തിങ്, റൂഡ് ബിഹേവിയർ ഉള്ളിൽ കാണിക്കാൻ പാടില്ല. ഇമ്മീഡിയറ്റ് ഒരു ആക്ഷൻ ഉണ്ടാവും. ഡാറ്റ ബ്രീച്ച്, നമ്മളുടെ ഡാറ്റ എടുക്കുക അല്ലെങ്കിൽ ആ ഡാറ്റ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുക, അങ്ങനെ ചെയ്താൽ ഇമ്മീഡിയറ്റ് ടെർമിനേഷൻ ആയിരിക്കും. ക്ലിയർ? അവസാനമായിട്ട് പറഞ്ഞ ടെലികോളിംഗ് ഇസ് നോട്ട് എ സെയിൽസ്, ഇറ്റ്സ് എ പേഷ്യന്റ് കെയർ കണ്ടിന്യൂഷൻ ത്രൂ കമ്മ്യൂണിക്കേഷൻ. പേഷ്യന്റിന് വേണ്ട ഒരു കൂടെ ഒരാളുണ്ട് എന്നുള്ള ഒരു എന്താ പറയാ ഒരു കെയർ കൊടുക്കലാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് നോട്ട് എ സെയിൽസ്. അപ്പൊ അവരെ ഹെൽത്തിന്റെ കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഒരു ക്യാമ്പിന്റെ കാര്യം നമ്മൾ വിളിച്ചു പറയുമ്പോൾ എന്താ, ദർ ഇസ് നോ ബെനിഫിറ്റ് ഫോർ അസ്. ആക്ച്വലി ഇങ്ങനൊരു നമ്മളുടെ കൂടെ ഉള്ള ഒരു സമൂഹം എന്നുള്ള നിലക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം അവർക്ക് എത്തിച്ചു കൊടുക്കുക. ദിസ് ഇസ് വാട്ട് വി ആർ ലുക്കിംഗ് ഫോർ. അപ്പോ പിന്നെ ഇങ്ങോട്ട് വരുന്ന ഓരോ കോളുകളും എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഇമ്പോർട്ടന്റ് ആയ സാധനമാണ്. അവർക്ക് വേണ്ട ഹെൽപ്പ് വേണ്ട സാധനമാണ്. അത് കൃത്യമായിട്ട് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവർക്ക് അതിന്റെ റിപ്പോർട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അതിന്റെ സർവീസ് അവർക്ക് കൃത്യമായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത്. സോ അത് മനസ്സിലുണ്ടായിരിക്കണം. ടെലികോളിംഗ് is not a sales, it's a patient care continuation through communication. Thank you.